ഈ ആലപ്പുഴയില്ലേ, അവിടെ നമ്മുടെ നെൽകർഷകരൊക്കെ ഇല്ലേ, സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെറിയ കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ ആലപ്പുഴയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല നെൽകൃഷി ഉള്ളത്. കർഷകരെ സംബന്ധിച്ച് കർഷകരുടേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ജനങ്ങൾക്ക് വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ വോട്ട് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. ഇപ്പോൾ ഒരു തരംഗ ഇലക്ഷൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഇത്തവണ ഒരു സിംഗിൾ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നത്. എന്നാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ, സംസ്ഥാനം ഭരിക്കുന്നത് LDF, അവരുടെ MP LDF, അവിടെ കർഷകരുടെ ആത്മഹത്യ പ്രശ്നങ്ങൾ, നെല്ല് സംഭരണത്തിലെ കാര്യങ്ങൾ, ഇത്തവണത്തെ ബജറ്റ് പോലും അവർക്കൊന്നും കിട്ടിയില്ല. ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമൊക്കെ അവർക്കില്ലേ? കാരണം കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റ് കൊടുത്തത് ആലപ്പുഴ ആയിരുന്നേ. അല്ല, ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ LDF എന്തായാലും ജയിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഒന്നും കാണണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും മാറി മാറി അവർ പാർട്ടികളെ ജയിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആരിഫ് ജയിക്കുന്നത് 10,000-ൽ പരം വോട്ടുകൾക്കാണ്. നമുക്കിതപ്പോൾ കണക്കുകളൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ തവണ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വന്നു. അതിലവിടെ പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചിരുന്നെങ്കിൽ, അത് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഉൾപ്പോരുകളൊക്കെ ഒന്ന് ശമിപ്പിച്ചിരുന്നെങ്കിൽ 2020 ക്ലീൻ സ്വീപ്പ് അടിച്ചേനെ. 10,000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ ആരിഫും ഷാനിമോൾ ഉസ്മാനും തമ്മിൽ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. KC വേണുഗോപാൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ KC മത്സരിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥി വന്നതെന്നുള്ളത് കാണണം. KCയുടെ കഴിഞ്ഞ 2014 വിജയവും വമ്പിച്ച വിജയമൊന്നും ആയിരുന്നില്ല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ ആരെയാണ് UDF ഇറക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കുറേ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി മാറി പരീക്ഷിക്കുന്ന മണ്ണല്ലേ. ഇത്തവണ സിദ്ദിഖിൻ്റെ പേരൊക്കെ UDF-ന്റെ ഭാഗത്ത് കേട്ടിരുന്നത്? ഇല്ല, സിദ്ദിഖിൻ്റെ ആ കാര്യത്തിൽ ഞാനില്ല എന്നറിയിച്ചു UDF നേതൃത്വത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, സിദ്ദിഖ് എന്നുള്ളതിനേക്കാളും UDF-ന് അവിടെ പൊളിറ്റിക്കലി തന്നെ രാഷ്ട്രീയമായി തന്നെ പോരാട്ടം നടത്താൻ കഴിയുന്ന ആളുകൾ കിട്ടാത്ത സ്ഥലമൊന്നുമല്ലല്ലോ ആലപ്പുഴ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല. പിന്നെ KC വേണുഗോപാലിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇതിനോടകം തീർപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സാധ്യത തുലവും തുച്ഛമാണ്, ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദേശീയ നേതൃത്വത്തിലേക്ക് പോയ KC-ന് ഒരു തിരിച്ചുവരവ് അതിന് പറഞ്ഞ് ഷുക്കൂറിന് അങ്ങനെ ആരെങ്കിലും മത്സരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഷുക്കൂർ പണ്ട് KC നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭാ MP ആയ സമയത്ത് പകരം മത്സരിച്ചത്, അതായത് ഒഴിവ് വന്ന ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചത് ഷുക്കൂറായിരുന്നു. അപ്പോൾ ഷുക്കൂറിൻ്റെ പേര് അവിടെ സജീവമായി ചർച്ചയാവുന്നത്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത്. ഷാനിമോളുടെ പേര് അത്ര സജീവമല്ല ഇത്തവണ. കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് അവിടെ ഉണ്ട്, സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലയിലുള്ള അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ ആലപ്പുഴ. അല്ല, അപ്പം അങ്ങനെ സംശയിക്കട്ടെ, ഈ NDA-യുടെ സാധ്യത എങ്ങനെയായിരിക്കും? അത് BDJS പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കുറവാണ്. എനിക്ക് തോന്നുന്നു KS രാധാകൃഷ്ണൻ തന്നെയാണ് അവിടെ മത്സരിക്കുക. അവിടെ KS രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഈ മതപ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലെ ഈ യോഗങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഒക്കെ KS രാധാകൃഷ്ണന് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഓഡിയൻസിനെ, ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകളുടെ ഒരു ഓഡിയൻസിനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കീ ഫാക്ടർ ആവാനോ ഒന്നും BJP-ക്ക് അവിടെ കഴിയില്ല. BDJS-ന്റെ അല്ല, BJP-യുടെ തന്നെ സ്വാധീനമുള്ളൊരു മണ്ഡലമല്ല BJP-ക്ക് അത്ര വലിയ സ്വാധീനം അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലമല്ല. അപ്പോൾ BJP ഒരു വലിയ ഫാക്ടർ ആവില്ല. മത്സരം നേരിട്ടുള്ള മത്സരമാണ്. നേരിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ എന്തായാലും LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. അതൊക്കെ നമ്മളിപ്പോൾ ഈ ആലപ്പുഴയുടെ ഒക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ്. അതേസമയം തന്നെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കളും ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. VM സുധീരൻ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന ആലപ്പുഴയിൽ തുടർച്ചയായിട്ട് VM സുധീരൻ ജയിച്ചു. ഒടുവിൽ VM സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി KS മനോജ് എന്ന് പറയുന്നൊരു ഡോക്ടറെ 2004 LDF കളത്തിലിറക്കി. അങ്ങനെയാണ് ആലപ്പുഴ പിടിക്കുന്നത്. അതിനുശേഷം KC വേണുഗോപാൽ തുടർച്ചയായിട്ട് ആലപ്പുഴ ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 വട്ടം KC വേണുഗോപാൽ ജയിച്ചു, ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായി. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ധാരാളം പേർ കോൺഗ്രസ്സുകാരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ.